Hi friends, welcome back to our channel. 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 4 വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ്. അപ്പോൾ പുതിയ ഒരു ലെസനാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റ് 4 വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്താണ്, ഒരു മുത്തശ്ശിയും ഒരു കുട്ടിയാണ്. അപ്പോൾ മുത്തശ്ശി എന്തോ പറയുന്നുണ്ട്. ഓ, ദ സ്കോച്ചിങ് സൺലൈറ്റ് ഈസ് കമ്മിങ് ത്രൂ ദ വിൻഡോ, ക്ലോസ് ദ കേർട്ടൺ ഡിയർ. അപ്പോൾ എന്താണ്, മുത്തശ്ശി അവിടെ കിടക്കുമ്പോൾ എന്താണ്, സൺലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടീനോട് പറയാണ്, നീ പോയിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുമെന്ന് പറയാണ്. ക്ലോസ് ദ കേർട്ടൻ ഒന്ന് ക്ലോസ് ചെയ്യുമെന്ന് പറയാണ്. ബട്ട് ദ വിൻഡോ ഈസ് ക്ലോസ്ഡ്, ദെൻ ഹൗ ക്യാൻ ദ സൺലൈറ്റ് എൻ്റർ ദ റൂം. അപ്പോൾ ആ കുട്ടി ആലോചിക്കുകയാണ്, പക്ഷെ വിൻഡോ അടച്ചിട്ടുണ്ടല്ലോ, പക്ഷെ എന്താണ് ഈ സൺലൈറ്റ് ഈ റൂമിലേക്ക് വരുന്നത് എന്ന് നമ്മുടെ കുട്ടി ആലോചിക്കുകയാണ്. ഓക്കെ, this is the doubt expressed by a little girl. ഒരു ലിറ്റിൽ ഗേൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു ഡൗട്ടാണ് ഇത്. യു നോ ദാറ്റ് ലൈറ്റ് ക്യാൻ എൻ്റർ ദ റൂം ത്രൂ ഗ്ലാസ് വിൻഡോ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ ജനൽ അടച്ചിട്ടുണ്ടെങ്കിലും എന്താണ്, ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, ഈ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് റൂമിലേക്ക് എൻ്റർ ചെയ്യും. വൈ ഡിഡ് ഗ്രാൻഡ്മ ആസ്ക് ദ ഗേൾ ടു ക്ലോസ് the curtain when light entered the room through the window. അപ്പം എന്തുകൊണ്ടാണ് ഗ്രാൻഡ്മ ആ ഗേളിനോട് എന്താണ് കർട്ടൻ ഇടാൻ, റൂമിലേക്ക് വെളിച്ചം കയറിയപ്പോൾ കർട്ടൻ ഇടാൻ പറഞ്ഞത്? എന്താണ്, കർട്ടൻ എന്ത് ചെയ്യില്ല, സൺലൈറ്റിന് ഉള്ളിലേക്ക് കയറ്റില്ല അല്ലേ. കർട്ടൻ വിൽ നോട്ട് അലോ സൺലൈറ്റ് ടു എൻ്റർ ത്രൂ ഇറ്റ്. അപ്പോൾ എന്താണ്, കർട്ടൻ സൺലൈറ്റിനെ ഉള്ളിലേക്ക് കയറ്റി വിടില്ല. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കർട്ടൻ ടു പ്രിവെൻറ്റ് sunlight from entering a room through a glass window. അപ്പോൾ എന്താണ്, ഈ കേർട്ടന് പകരം നമുക്ക് വേറെ എന്തൊക്കെ ഇങ്ങനെ ലൈറ്റ് കടത്തി വിടാണ്ടിരിക്കാൻ വേറെ നമുക്ക് എന്തൊക്കെ വെക്കാനായിട്ട് പറ്റും? എന്താണ്, വുഡൻ കാർഡ്ബോർഡ് യൂസ് ചെയ്യാം, പേപ്പർ കാർഡ്ബോർഡ് യൂസ് ചെയ്യാം, പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ സൺലൈറ്റിനെ അകത്തേക്ക് എൻ്റർ ആക്കാണ്ടിരിക്കും. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ത്രൂ ആൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ബാക്കി കൂടെ സാധനങ്ങൾ ഫൈൻഡ് ചെയ്ത് നോക്കാം. പോയിന്റ് എ ലൈറ്റഡ് ടോർച്ച് അറ്റ് ഡിഫറെൻറ്റ് ഒബ്ജെക്ട്സ് സച്ച് ആസ് സ്ക്രാച്ചർ ഗ്ലാസ് ഷീറ്റ്, ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ, വുഡൻ ബ്ലോക്ക്, piece of cloth, white paper, black chart paper, butter paper, window glass, a coin, a mirror, a piece of reading glass, marble, polythene cover and colorless plastic bottle. അപ്പോൾ എന്താണ്, ഒരു ലൈറ്റ് സോഴ്സ്, ഒരു ലൈറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ടോർച്ച് എടുത്തിട്ട് നമ്മൾ എന്താ ഇപ്പോൾ പറഞ്ഞ സാധനത്തിൻ്റെ മേലൊക്കെ അടിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഒബ്ജെക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റും അതുപോലെ തന്നെ ഒബ്ജെക്റ്റ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടോർച്ച് വെച്ച് അടിക്കുമ്പോൾ ലൈറ്റ് കടത്തി വിടുന്നത് ട്രാൻസ്മിറ്റ് ലൈറ്റിൽ എഴുതുക. ലൈറ്റിനെ കടത്തി വിടാത്തത്, അപ്പുറത്തെ സൈഡിലേക്ക് കാണാൻ പറ്റാത്തത് എന്താ, ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് എഴുതുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഈ ട്രാൻസ്മിറ്റ് ലൈറ്റിൻ്റെ താഴെ എഴുതാനായിട്ട് പറ്റും? വിൻഡോ ഗ്ലാസ്, സ്ക്രാച്ചഡ് ഗ്ലാസ് ഷീറ്റ്, ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ, ബട്ടർ പേപ്പർ, പീസ് ഓഫ് റീഡിംഗ് ഗ്ലാസ്, കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ, പോളിത്തീൻ കവർ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വെളിച്ചത്തിനെ, അതായത് ലൈറ്റിനെ കടത്തി വിടും. ഓക്കെ, ഇനി കടത്തി വിടാത്തത് ഏതൊക്കെയാണ്? വുഡൻ ബ്ലോക്ക്, പീസ് ഓഫ് ക്ലോത്ത്, പീസ് ഓഫ് വൈറ്റ് പേപ്പർ, ബ്ലാക്ക് ചാർട്ട് പേപ്പർ, കോയിന്, മിറർ, മാർബിൾ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊന്നും ലൈറ്റിനെ കടത്തി വിടില്ല. Okay, there are substances that transmit light and substances do not transmit light. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് ലൈറ്റിനെ കടത്തി വിടുന്ന സബ്സ്റ്റൻസസും ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റിനെ കടത്തി വിടാത്ത സബ്സ്റ്റൻസസും ഉണ്ട്. എന്താണ്, വിൻഡോൻ്റെ ഗ്ലാസ് എന്താണ്, ലൈറ്റിനെ കടത്തി വിടും. അത് കേർട്ടൻ ഇടുമ്പോൾ എന്താണ്, കേർട്ടൻ ലൈറ്റിനെ കടത്തി വിടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒബ്ജെക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ്സ് ലൈറ്റിനെ കടത്തി വിടുന്ന ഒബ്ജക്ട്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്.
ലൈറ്റ് പാസസ് ത്രൂ ദ ബട്ടർ പേപ്പർ. എന്താണ് ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് കടത്തി വിടില്ലേ യെസ് കടത്തി വിടൂല്ലേ. വാട്ട് അബൌട്ട് ദ ഗ്ലാസ് യൂസ്ഡ് ഇൻ സ്പെക്ടാക്കിൾസ്. അപ്പോൾ സ്പെക്ടാക്കിൾസിൽ യൂസ് ചെയ്യുന്ന കണ്ണടകളിൽ യൂസ് ചെയ്യുന്ന ലൈറ്റ് ആണെങ്കിലോ അതും കടത്തി വിടും. ഡു ബോത്ത് ഓഫ് ദീസ് സബ്സ്റ്റൻസസ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഇൻ ദ സെയിം മാനർ? റെക്കോർഡ് ഇറ്റ്. അപ്പോൾ ഇതിൽ രണ്ടിലും എന്താണ് സെയിം ആയിട്ട് ഒരുപോലെയാണോ ലൈറ്റ് കടത്തി വിടുക? ആണോ? അല്ല അല്ലേ. ചിലതിൽ കുറച്ച് കടത്തി വിടും, ചിലതിൽ നല്ലോണം കടത്തി വിടും. അപ്പോൾ അങ്ങനെയാണ്. ചിലതിൽ ലൈറ്റ് ട്രാൻസ്മിറ്റ്സ് കംപ്ലീറ്റ്ലി ആൻഡ് ചിലതിൽ എന്താണ് ലൈറ്റ് ട്രാൻസ്മിറ്റ്സ് പാർഷ്യലി. ഓക്കെ. അപ്പോൾ എന്താ റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ്. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ഒന്നും കൂടി ചെയ്യണം. യൂസിങ് ബട്ടർ പേപ്പർ, വിൻഡോ ഗ്ലാസ്, സ്ക്രാച്ചർ ഗ്ലാസ് പീസ്, ഓയിൽ പേപ്പർ, ഗ്ലാസ് പീസ്, പോളിത്തീൻ കവർ, പ്യുവർ വാട്ടർ ടേക്കൻ ഇൻ എ ഗ്ലാസ് ടംബ്ലർ ആൻഡ് കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ലൈറ്റ് അടിച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒന്നും കൂടി ചെയ്യാൻ പോവാണ്. ഓൺ ദ ബേസിസ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് classify as those which transmit light completely and those which transmit light partially. അപ്പോൾ എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് എന്താ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സും ഉണ്ട്, ലൈറ്റ് കുറച്ച് പാർഷ്യലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഏതാണ് ഒബ്ജക്റ്റ് ദാറ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി എന്നുള്ളിടത്ത് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സിൻ്റെ പേര് എഴുതാം. അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും? വിൻഡോ ഗ്ലാസ്, ഗ്ലാസ് പീസ്, പ്യുവർ വാട്ടർ ടേക്കൻ ഇൻ എ ഗ്ലാസ് ടംബ്ലർ, കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇനി അടുത്തതിൽ പാർഷ്യലായിട്ട് ലൈറ്റ് കടത്തി വിടുന്നതിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ബട്ടർ പേപ്പർ, ഓയിൽ പേപ്പർ, സ്ക്രാച്ചഡ് പീസ് ഓഫ് ഗ്ലാസ്, പോളിത്തീൻ കവർ. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. You have found that there are 3 types of objects based on transmission lights. അപ്പോൾ എന്താണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? 3 types ഉണ്ട്, 3 types of objects ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്നാണ് പറയുന്നത്? ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. അപ്പോൾ 3 ടൈപ്സ് ഉണ്ട്. ഈ ലൈറ്റ് കടത്തി വിടുന്നത് തന്നെ 3 ഒബ്ജക്ട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ ഒപ്പാക്ക് ഒബ്ജക്റ്റ്. നമുക്ക് അത് ഓരോന്നും എന്താന്ന് നോക്കി നോക്കാം. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കോൾഡ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ എന്താണ് ലൈറ്റിനെ നന്നായി കടത്തി വിടുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ എന്ത് പറയും? ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയും. ഇനി അതുപോലെ ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ആർ കോൾഡ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ്. അതായത് പകുതി കടത്തി വിടുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് എന്നും പറയും. ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ കോൾഡ് ഒപ്പാക്ക് ഒബ്ജക്ട്സ്. അതുപോലെ തന്നെ ലൈറ്റിനെ തീരെ കടത്തി വിടാത്ത ഒബ്ജക്ട്സിന് നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്ട്സ് എന്നും പറയും. ഓക്കെ. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് മോർ ഒബ്ജക്റ്റ്, ക്ലാസിഫൈ ദം ആസ് ട്രാൻസ്പാരൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ് ആൻഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ എന്താണ് ഈ എക്സ്പെരിമെൻ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ട്രാൻസ്പാരൻറ്റിലും ട്രാൻസ്ലൂസൻറ്റിലും ഒപ്പാക്കിലും എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി എന്താ കൺവേർട്ടിങ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ് ഇൻ ടു ഒപ്പാക്ക് ഒബ്ജക്റ്റ്. അപ്പോൾ ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ നന്നായി കടത്തി വിടുന്ന ഒബ്ജക്ട്സ് ആണ്. ആ ഒബ്ജക്ട്സിനെ നമുക്ക് ലൈറ്റിനെ കടത്തി വിടാത്ത ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ നോക്കി നോക്കാം. Can you change a transparent glass sheet into a translucent or opaque one? അപ്പോൾ എന്താണ് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഷീറ്റ് നിങ്ങൾക്ക് എന്താണ് ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒപ്പാക്ക് ആയിട്ടോ മാറ്റാൻ പറ്റുമോ? ഹൗ? ഡിസ്കസ്. വാട്ട് മെത്തേഡ് ക്യാൻ യു സജസ്റ്റ്? റെക്കോർഡ് ദം ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഡിസ്കസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം.
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഫിഗറിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ട് സൂട്ട് ചെയ്യാൻ പറ്റും. സൂട്ട് ചെയ്തിട്ട് അപ്പോൾ അതെന്താണ്, അപ്പോൾ അത് ഒപ്പാക്ക് ആവും, പിന്നെ അതിൽ നിന്ന് ലൈറ്റ് കടത്തി വിടില്ല. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് മെത്തേഡ്സ് ക്യാൻ യു സജസ്റ്റ്? അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റും? എന്താ? പെയിൻറ്റിങ് ദ ഗ്ലാസ് ഷീറ്റ്, ഈ ഗ്ലാസ് ഷീറ്റ് പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രാച്ചിങ് ദ ഗ്ലാസ് ഷീറ്റ്, ഈ ഗ്ലാസ് ഷീറ്റ് ഉരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ, പിന്നെ ലൈറ്റ് കടത്തി വിടില്ല. മേക്ക് എ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ഷീറ്റ് സൂട്ടഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ, വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ്? അപ്പോൾ ഇങ്ങനെ ഈ ഫിഗറിൽ കാണുന്ന പോലെ കരി പിടിപ്പിക്കുക അല്ലേ, ഗ്ലാസ് ഷീറ്റിൻ്റെ മേലെ ഇങ്ങനെ കരി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ലൈറ്റ് കടത്തി വിടോ? ഇല്ല. വെൻ ഗ്ലാസ് ഷീറ്റ് ബിക്കം സൂട്ടിയർ ഇറ്റ് ചേഞ്ചസ് ടു ട്രാൻസ്ലൂസൻ്റ്. അപ്പോൾ എന്താണ്, ഇത് സൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ട്രാൻസ്ലൂസൻ്റോ അല്ലെങ്കിൽ ഒപ്പാക്കോ ആയിട്ട് മാറും. വാട്ട് ഹാപ്പൻസ് ടു ദ ലൈറ്റ് ട്രാൻസ്മിറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ഷീറ്റ് വെൻ ഇറ്റ് ബിക്കം സൂട്ടിയർ? അപ്പോൾ സൂട്ടിയർ ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൂട്ടിയർ ആവുമ്പോൾ ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് ട്രാൻസ്ലൂസൻ്റോ ഒപ്പാക്കോ ആയിട്ട് മാറും. എക്സ്പെരിമെന്റ് to make the glass സജഷൻസ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് ഇങ്ങനെ എന്താണ് ട്രാൻസ്പാരൻറ്റ്, ട്രാൻസ്ലൂസൻ്റോ അല്ലെങ്കിൽ ഒപ്പാക്കോ ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നോക്കി നോക്കാം. യു ഹാവ് ഫൗണ്ട് ദാറ്റ് പ്യുവർ വാട്ടർ ഈസ് ട്രാൻസ്പാരൻറ്റ്. വാട്ട് അബൌട്ട് എയർ? അപ്പോൾ എന്താണ്, പ്യുവർ വാട്ടർ ട്രാൻസ്പാരൻ്റ് ആണോ? ആണ്. എയർ ആണെങ്കിലോ? എയറും ട്രാൻസ്പാരൻ്റ് ആണ്. ക്യാൻ വി കൺവേർട്ട് പ്യുവർ വാട്ടർ ആൻഡ് എയർ ടു ട്രാൻസ്ലൂസൻറ്റ്? ഡിസൈൻ ആൻ എക്സ്പെരിമെൻറ്റ് ഫോർ ദിസ്. അപ്പോൾ എന്താണ്, നമുക്ക് ഈ പ്യുവർ വാട്ടറും എയറും ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ പറ്റുമോ? നോക്കി നോക്കാം. പേ അറ്റൻഷൻ ടു ദ ക്ലൂസ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. യു ക്യാൻ യൂസ് ഇങ്ക് ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക് ഫോർ ഡൂയിങ് ദിസ് ആക്ടിവിറ്റി. അപ്പോൾ എന്താണ്, നമുക്ക് വാട്ടറും അതുപോലെ എയറും ഒപ്പാക്ക് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഒരു പ്യുവർ വാട്ടറിൽ ഇങ്കോ അല്ലെങ്കിൽ മിൽക്കോ ആഡ് ചെയ്താൽ എന്താവും? ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ ലൈറ്റ് അതിനെ കടത്തി വിടില്ല. ഓക്കെ. ഇനി നമ്മൾ ഈ എയറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഇൻസെൻസ് സ്റ്റിക്കിൽ നിന്ന് വരുന്ന പുക നമുക്ക് എന്താക്കാൻ പറ്റും? നമുക്ക് ലൈറ്റ് കടത്തി വിടുന്ന എയറിനെ ലൈറ്റ് കടത്തി വിടാത്ത എയറാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം എന്ത്? യൂസിങ് ഇങ്ക് ഓർ മിൽക്ക് ക്യാൻ കൺവേർട്ട് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് ഇൻ ടു ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ട്രാൻസ്പാരൻറ്റ് പ്യുവർ വാട്ടർ ഇൻ ടു ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഇനി അതുപോലെ തന്നെ മറ്റേ രണ്ടാമത്തേൽ നമുക്ക് എഴുതാം യൂസിങ് സ്മോക്ക് ഓഫ് ഇൻസെൻസ് സ്റ്റിക്ക് ക്യാൻ ചേഞ്ച് ട്രാൻസ്പാരൻറ്റ് എയർ ടു ട്രാൻസ്പാരൻറ്റ് എയർ ടു ട്രാൻസ്ലൂസൻറ്റ് ഓർ ഒപ്പാക്ക്. അപ്പോൾ എന്താണ്, ഇൻസെൻസ് സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് എയർ എന്താ ട്രാൻസ്പാരൻറ്റിൽ നിന്ന് ട്രാൻസ്ലൂസൻറ്റോ അല്ലെങ്കിൽ ഒപ്പാക്കോ ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. വാട്ട് അതർ സബ്സ്റ്റൻസസ് ക്യാൻ യൂസ് ഫോർ ദിസ്? ഡിസൈൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് യൂസിങ് ദ മെറ്റീരിയൽസ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനാണ്. റെക്കോർഡ് ദ ഡീറ്റെയിൽസ് ആൻഡ് ഫൈൻഡിങ്സ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് സം ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസസ് ക്യാൻ കൺവേർട്ട് ടു ഒപ്പാക്ക് ഒബ്ജക്ട്സ്? അപ്പോൾ എന്താണ്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്? ചില ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? നമുക്ക് ലൈറ്റ് പാർഷ്യലി കടത്തി വിടുന്ന ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കടത്തി വിടാത്ത ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആയിട്ടോ മാറ്റാനായിട്ട് സാധിക്കും. ഇനി എന്താ? ട്രാൻസ്പാരൻസി ആൻഡ് ഒപ്പാസിറ്റി ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഡെയിലി ലൈഫ്. അപ്പോൾ ഡെയിലി ലൈഫിലെ ട്രാൻസ്പാരൻസിയും അതുപോലെ തന്നെ ഒപ്പാസിറ്റി നോക്കി നോക്കാം.
we have understood the differences in transmission of light by different objects. അപ്പോൾ എന്താണ്, പല ഒബ്ജക്ട്സും പല തരത്തിലാണ് ലൈറ്റിനെ കടത്തിവിടുക എന്നത് നമുക്കിപ്പോൾ മനസ്സിലായല്ലേ. ഹൗ ഡസ് ദ ഒപ്പാസിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി ഓഫ് ഒബ്ജക്ട്സ് ബെനഫിറ്റ് അസ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒപ്പാസിറ്റിയും ട്രാൻസ്പാരൻസിറ്റിയും നമുക്ക് ബെനഫിറ്റ് ആവുന്നത് നോക്കി നോക്കാം. ഹൗ ഡു യു നോ വെൻ ദ ഇങ്ക് ഈസ് എ റീഫിൽ പെൻ ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പെൻ റീഫിൽത്തെ ഇങ്ക് നമ്മൾ ഫുള്ളായിട്ട് യൂസ് ആക്കിയിട്ടില്ലേ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ട്രാൻസ്പാരൻ്റ് ആയിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഡോണ്ട് യു യൂസ് ഓയിൽ പേപ്പർ ടു ട്രേസ് പിക്ചേഴ്സ് ആൻഡ് മാപ്സ്. അപ്പോൾ എന്താണ്, നമ്മൾ പിക്ചേഴ്സും മാപ്പൊക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ട്രേസ് പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് ബാക്കിലത്തെ കാണാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് സാധ്യമാവുന്നത്, നമുക്ക് പിക്ചർ വരയ്ക്കാനായിട്ട് പറ്റുന്നത്. ഇമാജിൻ the situation if the walls and doors of the house were transparent. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ വീടുകളിലെ ഡോർസും വാൾസും ഒക്കെ ട്രാൻസ്പാരൻ്റ് ആണെങ്കിലുള്ള അവസ്ഥ കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഡ്രസ്സ് മാറാനോ അങ്ങനെ ഒന്നിനും പറ്റില്ല അല്ലേ. ട്രാൻസ്പാരൻ്റ് ആണെങ്കിൽ പുറത്തു കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണും, നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നതും ഒക്കെ കാണും. അപ്പോൾ അതെന്താണ്, അപ്പോൾ അത് ട്രാൻസ്പാരൻ്റ് അല്ലാത്തത് നമുക്കൊരു ഗുണമുള്ള ഒരു കാര്യമാണ്. ഹാവ് യു റിയലൈസ് ദാറ്റ് വി യൂട്ടിലൈസ് ദ ട്രാൻസ്പാരൻസി, ഒപ്പാസിറ്റി, ട്രാൻസ്ലൂസൻസി ഓഫ് ഒബ്ജക്ട്സ് ഇൻ എവറി ഡേ ലൈഫ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ ഓരോ വസ്തുക്കളുടെ ട്രാൻസ്പാരൻസിയും ഒപ്പാസിറ്റിയും ട്രാൻസ്ലൂസൻസിയും ഒക്കെ എന്തിനു ചെയ്യുന്നുണ്ട്, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. Find out more discussions through group discussions and present them in the class. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. Situation in which transparent objects are used. നമ്മൾ ട്രാൻസ്പാരൻ്റ് ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? വിൻഡോസ് യൂസ്ഡ് ഇൻ ഹൗസ് ആൻഡ് ഷോപ്സ്. സീ ഫിഷസ് ഇൻ പ്യുവർ വാട്ടർ. അപ്പോൾ എന്താണ്, ട്രാൻസ്പാരൻ്റ് ആണ്. ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനത്തെ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മളെ വീടിൻ്റെ അതുപോലെ ഷോപ്പിൻ്റെ ഒക്കെ വിൻഡോസ് നമ്മളങ്ങനെ കാണാൻ പറ്റുന്നതാണ് വയ്ക്കുക. അതുപോലെ സീ ഫിഷസ് ഇൻ പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടറിൽ നമുക്ക് ഫിഷിനെ കാണാൻ പറ്റുന്നത് എന്താ, ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കൊണ്ടാണ്. ഇനി അടുത്തത് സിറ്റുവേഷൻ ഇൻ വിച്ച് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്. ട്രാൻസ്ലൂസൻ്റ് എന്ന് പറഞ്ഞാൽ പകുതി നമുക്ക് ലൈറ്റ് കടത്തി വിടും, പകുതി വിടില്ല. അപ്പോൾ അതാണ് ട്രേസിങ് പേപ്പർ. അതാണ് നമുക്ക് പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഏറെക്കുറെ അതിൻ്റെ പാത്ത് നോക്കിയിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുന്നത്. ഫ്രോസ്റ്റഡ് ഗ്ലാസ് യൂസ്ഡ് ഇൻ ബാത്റൂംസ്. നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ഫ്രോസ്റ്റഡ് ഗ്ലാസും ഇതിന് എക്സാമ്പിളാണ്. ഇനി അടുത്തത് ഒപ്പാക്ക് ആണ്. ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, തീരെ കാണാൻ പറ്റില്ല, തീരെ ലൈറ്റ് കടത്തി വിടില്ല. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രം. അതുപോലെ തന്നെ വാൾ ഓഫ് ഹൗസ് ആൻഡ് ബിൽഡിങ്സ്. ബിൽഡിങ്സിൻ്റെയും ഒക്കെ വാൾ, നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. സപ്പോസ് ഇഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് ട്രാൻസ്പാരൻ്റ്. അപ്പോൾ എന്താണ്, ഹ്യൂമൻ ബോഡി ട്രാൻസ്പാരൻ്റ് ആണെങ്കിലോ എന്നൊരു കുട്ടിയുടെ ഡൗട്ട് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, എല്ലാവർക്കും എല്ലാവരുടെ ബോഡിയും കാണാൻ പറ്റും അല്ലേ, അതുകൊണ്ട് ട്രാൻസ്പാരൻ്റ് അല്ല. ഇനി എന്താ, ഫെർദർ റീഡിങ്ങിൽ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ അത് കൂട്ടുകാർക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് അത് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ, can you write a science fiction with a transparent man or any other organisms as a character? അപ്പോൾ അത് കൂട്ടുകാരെ എഴുതി നോക്കി നോക്കുക. നമുക്കത് നോട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദ ലൈറ്റ് ദാറ്റ് തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന ലൈറ്റ് നോക്കി നോക്കാം. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സം ഒബ്ജക്ട്സ് ആർ ട്രാൻസ്പാരൻറ്റ് ആൻഡ് സം ആർ ഒപ്പാക്ക്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായി, ചില ഒബ്ജക്ട്സ്
ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പാരൻ്റ് ആണ്, ലൈറ്റ് കടത്തിവിടും. ചിലതാണെങ്കിലോ ഒപ്പാക്ക് ആണ്, ലൈറ്റിനെ കടത്തിവിടില്ല. വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ഒപ്പാക്ക് ഒബ്ജക്റ്റ്? അപ്പോൾ എന്താണ് ഒപ്പാക്ക് ഒബ്ജക്റ്റിൽ ലൈറ്റ് തട്ടിയാൽ എന്താണ് സംഭവിക്കുക? എന്താണ് അത് റിട്ടേൺ ചെയ്ത് വരൂലേ? ലൈറ്റിനെ അപ്പുറത്തേക്ക് കടത്തി വിടാത്തത് കൊണ്ടാണ് എന്താണ് ലൈറ്റ് അത് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആവുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാണ്? അത് റിട്ടേൺ വരികയാണ് ചെയ്യുക. നോക്കി നോക്കാം. Dim the light in your classroom by closing the doors and windows. നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ എല്ലാ ഡോഴ്സും വിൻഡോസും അടച്ചിട്ട് എന്ത് ചെയ്യണം? ഡിം ദ ലൈറ്റ് ഓഫ് ചെയ്യണം. ഹോൾഡ് എ മിറർ ഫേസിങ് ദ വാൾ ആൻഡ് ലെറ്റ് ദ ലൈറ്റ് ഫ്രം എ ടോർച്ച് ഫോൾ ഓൺ ഇറ്റ്. എന്നിട്ട് ഒരു മിറർ വെച്ചിട്ട് അതിൽക്ക് ഒരു ടോർച്ചിൻ്റെ ലൈറ്റ് ഫോൾ ചെയ്യുന്ന പോലെ പ്ലേസ് ചെയ്യുക. വാട്ട് ഹാപ്പൻസ് ടു ദ ലൈറ്റ്? അങ്ങനെയാണെങ്കിൽ ആ ലൈറ്റിന് എന്താണ് സംഭവിക്കുക? Haven't you noticed that the light rays falls on the wall after hitting on the mirror? അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ആൻസർ ആണ് the light rays fall on the wall after hitting on the mirror. എന്താണ് ഫിഗറിൽ കാണുന്നത് പോലെ നമ്മുടെ ടോർച്ചിലെ ലൈറ്റ് മിററിൽ തട്ടിയിട്ട് പിന്നെ അത് എന്ത് ചെയ്യും? അത് തിരിച്ച് വാളിൽക്ക് വരും, വാളിൽക്ക് ഹിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ടോർച്ച്, മിറർ, സ്ക്രീനിൽ എന്താ ലൈറ്റ് വരുന്നുണ്ട്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ ഹോൾഡിംഗ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് എഗെയിൻസ്റ്റ് ദ വാൾ ആൻഡ് അലോയിങ് ലൈറ്റ് ഫ്രം ദ ടോർച്ച് ടു ഫോൾ ഓൺ ഓഫ് ദം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എക്സ്പെരിമെൻറ്റ് ഈ തന്നിരിക്കുന്ന സാധനങ്ങൾ മെറ്റീരിയൽസ് റിക്വയർഡ് എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന സാധനങ്ങൾ സ്ക്രീനുമ്മ വെച്ച് നോക്കിയിട്ട് ഈ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ ഒബ്ജക്റ്റ് ഓൺ വിച്ച് ലൈറ്റ് ഫെൽ ഒബ്ജക്റ്റ് ചെയ്താൽ ദെൻ അപ്പുറത്തേൽ ഡിഫറൻസ് ഇൻ ദ റിട്ടേണിങ് ഓഫ് ലൈറ്റ് ആഫ്റ്റർ ഫോളിങ് ഓൺ ദ സർഫസ്. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതും എഴുതുക. അപ്പോൾ മിറർ എന്താ? ലൈറ്റ് റിട്ടേൺസ് വെൽ നന്നായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ചെബറിൻ്റെ മേലെ മിറർ വെച്ച് നന്നായിട്ട് ലൈറ്റ് വരും. അതുപോലെ പേപ്പർ ആണെങ്കിൽ വെരി ലിറ്റിൽ ലൈറ്റ് റിട്ടേൺസ്, കുറച്ച് ലൈറ്റാണ് റിട്ടേൺ ചെയ്യുള്ളൂ. ഇനി സ്മൂത്ത് സ്റ്റൈലാണെങ്കിൽ ലൈറ്റ് റിട്ടേൺസ്. ബ്രോൺസ് ആണെങ്കിലോ ലൈറ്റ് റിട്ടേൺ ചെയ്യില്ല. ഹാർഡ് ബോർഡ് ആണെങ്കിൽ ലൈറ്റ് റിട്ടേൺ ചെയ്യില്ല. വുഡൻ ബ്ലോക്ക് ആണെങ്കിലും ലൈറ്റ് റിട്ടേൺ ചെയ്യില്ല. ഇനി ന്യൂ സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലോ ലൈറ്റ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. ഇനി എന്താ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റിഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് when it strike on an object. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണ്? ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റിഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ റിട്ടേണിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. Touch and feel the surface of the object which reflect light very well. What do you feel? അപ്പോൾ നന്നായിട്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ഒന്ന് തൊട്ട് നോക്കുക. വാട്ട് അബൌട്ട് ദ സർഫസ് ഓഫ് ഒബ്ജക്ട് ദാറ്റ് ഡു നോട്ട് റിഫ്ലക്റ്റ് ലൈറ്റ് മച്ച്? അപ്പോൾ എന്തായിരിക്കും? നന്നായി റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസ് സ്മൂത്ത് ആയിരിക്കും. തീരെ കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? റഫ് സർഫസ് ആയിരിക്കും. ഹാവ് യു ഫൗണ്ട് ദാറ്റ് സ്മൂത്ത് സർഫസസ് റിഫ്ലക്റ്റ് ലൈറ്റ് വെരി well and that it is less in the case of rough surfaces. അപ്പോൾ നമ്മളിപ്പോൾ അത് പറഞ്ഞു. Why is that rough surfaces cannot reflect light well? The reflection of light from a mirror and a sandpaper are depicted below. Analyze the figure and write the inferences. അപ്പോൾ എന്തുകൊണ്ടാണ് എന്താ റഫ് സർഫസിൽ അധികം ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാത്തത്? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മറ്റേ സ്മൂത്ത് സർഫസിൽ ലൈറ്റ് നന്നായി റിഫ്ലക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അത് നോക്കാൻ വേണ്ടി താഴെ എന്താ ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ് സാൻഡിൻ്റെയും അതുപോലെ മിററിൻ്റെയും. അപ്പോൾ ആ പിക്ചർ കൂട്ടുകാരൻ നോക്കി നോക്കുക. മിററിൽ ലൈറ്റ് എന്താ നന്നായി റിട്ടേൺ ചെയ്ത് പോകുന്നുണ്ട്. ക്ലിയർ ആയിട്ട് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് മിറർ എന്തായിരിക്കും? മിറർ സ്മൂത്ത്
സ്മൂത്ത് സർഫേസ് ആണ്. അപ്പോൾ മിററിൽ സ്മൂത്തായി നന്നായിട്ട് റിട്ടേൺ ചെയ്ത് പോകുന്നുണ്ട്. സാൻഡിലാണെങ്കിലോ കറക്റ്റായിട്ട് അത് റഫ് സർഫേസ് ആണ്, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഡസൻ ദ ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ദ മിറർ അണ്ടർഗോ എ റെഗുലർ റിഫ്ലക്ഷൻ? വാട്ട് അബൌട്ട് ദ ലൈറ്റ് ഫോളിങ് ഓൺ ദ സാൻഡ് പേപ്പർ? അപ്പോൾ എന്താണ്, ഈ മിററിൽ ഒരു റെഗുലർ റിഫ്ലക്ഷനാണ് കാണുന്നത്. അപ്പോൾ സാൻഡ് പേപ്പറിൽ എന്താ, റെഗുലറിൻ്റെ ഓപ്പോസിറ്റ്, അതെന്താണ്, ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ് സാൻഡ് പേപ്പറിൽ നമുക്ക് കാണാനുള്ളത്. അറേഞ്ച് എ കോം, ടോർച്ച്, എ മിറർ, എ ഷീറ്റ് ഓഫ് A4 size paper as shown in the figure and light the torch. Observe the regular reflection of the light. അപ്പോൾ എന്താണ്, ഒരു കോംബോ ഒരു മിററൊക്കെ വെച്ചിട്ട് തന്നിരിക്കുന്ന പോലെ ഫിഗറിൽ തന്നിരിക്കുന്ന പോലെ സെറ്റപ്പ് ചെയ്തിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്താൽ എന്താണ്, നമുക്ക് റെഗുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ, എന്താണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ? ലൈറ്റ് ഫോളിങ് ഓൺ സ്മൂത്ത് സർഫേസ് റിഫ്ലക്ട് വിത്ത് റെഗുലർലി, ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ എന്താണ്, സ്മൂത്ത് സർഫേസിലാവുമ്പോൾ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ. മിറർ ഗീവ്സ് എ റെഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ മിറർ എന്താണ്, ഒരു റെഗുലർ റിഫ്ലക്ഷൻ ആണ് തരുന്നത്. ഇനി അടുത്തത് എന്താ, അടുത്തത് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ്. നമ്മളിപ്പോൾ കണ്ട സാൻഡിൻ്റെ കേസ് പോലെ വെൻ ലൈറ്റ് ഫോൾസ് ഓൺ റഫ് സർഫേസ്, ഈ റഫ് സർഫേസിൽ റൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഇറ്റ് ഗെറ്റ് സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അത് എന്ത് ചെയ്യും, ഫിഗറിൽ തന്നിരിക്കുന്ന പോലെ പല ഡയറക്ഷനിൽ അത് സ്കാറ്റർ ചെയ്യും. ദിസ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെഗുലറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ 2 ടൈപ്സ് ഉണ്ട്, റെഗുലർ റിഫ്ലക്ഷനും അതുപോലെ തന്നെ ഇറഗുലർ റിഫ്ലക്ഷൻ അഥവാ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഇനി എന്താ, വെൻ ലൈറ്റ് റിഫ്ലക്ട്സ്, നോക്കി നോക്കാം. കിക്ക് എ ബോൾ ടു എ പെർട്ടിക്കുലർ പോയിന്റ് ആൻഡ് എ വാൾ ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ ഒരു പല പ്ലേസസിൽ നിന്നിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എന്ത് ചെയ്യണം, ഒരു ബോൾ കിക്ക് ചെയ്യണം. Doesn't the ball hit the wall and bounce back? അപ്പോൾ എന്താണ്, നമ്മളിങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ ആ വോളിൽ തട്ടിയിട്ട് അത് തിരിച്ച് വരില്ലേ, വരും. യെസ്. ഡസ് ഇറ്റ് ഓൾവേസ് ബൗൺസ് ബാക്ക് ഇൻ ദ സെയിം മാനർ? അപ്പോൾ എന്താണ്, എപ്പോഴും ഇത് ഒരുപോലെ സെയിം മാനറിലാണോ ബൗൺസ് ചെയ്യുക? അല്ല അല്ലേ. സിമിലർലി there are any peculiarities in the light rays falling on the bouncing of a mirror? Let's examine. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മിററിലേക്ക് പല പോയിന്റിൽ നിന്ന് നമ്മൾ ലൈറ്റ് ആകുമ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷനും എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ്, എന്തെങ്കിലും പെക്യൂലിയാരിറ്റീസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. Let us examine, observe the figure. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഫിഗർ ഒബ്സർവ് ചെയ്യുക. The figure given below shows 4 children sitting at equal distances on 2 benches in front of a mirror. അപ്പോൾ മിററിൻ്റെ മുമ്പിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ 2 ബെഞ്ചിലായിട്ട് 4 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. Listen to their conversation. I'm Ria through the mirror. അപ്പോൾ I see Ria through the mirror. എനിക്ക് റിയനെ മിററിലൂടെ കാണാം. No, Megha is there on the mirror. അപ്പോൾ രണ്ടാമത്തെ കുട്ടി പറയുന്നുണ്ട് എനിക്ക് മേഘനെയാണ് കാണാൻ പറ്റുന്നത്. I see Nikhil, എനിക്ക് നിഖിലിനെ കാണാം. But I see Anu, എന്താണ്, എനിക്ക് അനുവിനെ കാണാം. അപ്പോൾ എന്താണ്, 3 ആൾക്കാരും 3 തരത്തിലുള്ള ഒബ്ജക്ട്സ് ആണ് കാണുന്നത്. Why is it that the children who is sitting the first can't see those sitting at the second and the third position? അപ്പോൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടിക്ക് can't see those sitting at the second and the third position, സെക്കൻഡ് ഇരിക്കുന്നതും തേർഡിൽ ഇരിക്കുന്നതുമായ കുട്ടീനെ കാണാൻ പറ്റാത്തത്? അതുപോലെ തന്നെ സിമിലർലി why can't the other children see all the others through the mirror? അപ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും എന്താണ് എല്ലാവർക്കും കാണാൻ പറ്റാത്തത്? Write down your assumption in the science diary. നിങ്ങളുടെ അസംഷൻസ് സയൻസ് ഡയറിയിൽ എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടിക്ക് അപ്പുറത്തും ഇപ്പുറത്തെയും കുട്ടീനെ കാണാൻ പറ്റാത്തത്, അതുപോലെ മറ്റുള്ളവർക്ക് അതിൻ്റെ അപ്പുറത്തുള്ളവരെ കാണാൻ പറ്റാത്തതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു എക്സ്പെരിമെൻറ്റിൽ ചെയ്യണം. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് സം മെറ്റീരിയൽസ് ഇൻ ദ സയൻസ് കിറ്റ് ടു വെരിഫൈ ദ അസംഷൻസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം. എ സ്മോൾ പീസ് ഓഫ് മിറർ, ചെറിയ പീസ് മിറർ വേണം. ഒരു പ്രൊട്രാക്ടർ വേണം. മെയ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ
ഒരു പ്രൊട്രാക്ടർ വേണം, ഒരു ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം, ഡബിൾ സൈഡഡ് ടാപ്പ് വേണം, ലേസർ ടോർച്ച് ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക് ആൻഡ് എ മാച്ച് ബോക്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ സയൻസ് കിറ്റിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വേണം. Fix the small piece of mirror on one side of the transparent plastic bottle using the double-sided tap. അപ്പോൾ double-sided tap യൂസ് ചെയ്തിട്ട് ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ മിറർ ഫിക്സ് ചെയ്യണം. Fill up the box with smoke from the incense stick. അപ്പോൾ എന്ത് ചെയ്യണം, ബോക്സിൽ ഇൻസെൻസ് സ്റ്റിക്കിൽ നിന്ന് എന്താണ് സ്മോക്ക് ഫിൽ ചെയ്ത് വെക്കണം. ഈ ഫിഗറിൽ തന്നിരിക്കുന്ന പോലെ ഫിഗർ നോക്കുക. സ്മോൾ പീസ് ഓഫ് മിറർ എവിടെ വെച്ചിരിക്കുന്നത്, ബോക്സ്, ലേസർ ടോർച്ച്, പോയിന്റ് വേർ ലൈറ്റ് ഫോൾ ചെയ്യുന്ന പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അറേഞ്ച് ദ പ്രൊട്രാക്ടർ യു ഹാവ് മെയ്ഡ് അണ്ടർ ദ പ്ലാസ്റ്റിക് ബോക്സ് ഇൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഫിഗറിൽ തന്നിരിക്കുന്ന പോലെ പ്രൊട്രാക്ടറും ബോക്സും വെക്കുക. ഡ്രോ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം ദ പ്രൊട്രാക്ടർ ടു ദ മിറർ അറ്റ് ദ ആംഗിൾ ഓഫ് 90. അപ്പോൾ 90 ഡിഗ്രിയിൽ തന്നിരിക്കുന്ന പോലെ മാർക്ക് ചെയ്യുക. ദിസ് ഈസ് നോർമൽ. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് നമ്മൾ നോർമൽ എന്നത്. അലോ ദ ലൈറ്റ് ഫ്രം ദ ലേസർ ടോർച്ച് ടു ഫോൾ ത്രൂ ദ ഡിഫറെൻറ്റ് ആംഗിൾസ് ഓഫ് ദ പ്രൊട്രാക്ടർ. അപ്പോൾ എന്ത് ചെയ്യണം, പല പല ആംഗിൾസിൽ നിന്ന് ലേസർ ടോർച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം, ലൈറ്റ് ഈ മിററിലേക്ക് ഫോൾ ചെയ്യിപ്പിക്കണം. ഒബ്സർവ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യില്ല, അതൊന്ന് നോക്കി നോക്കുക. മെഷർ ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ റേ ഓഫ് ലൈറ്റ് ഫ്രം ദ ലേസർ ടോർച്ച് ആൻഡ് ദ നോർമൽ. എന്താണ്, നോർമലിൻ്റെയും ലേസർ ടോർച്ചിൻ്റെയും ഇടയിലുള്ള ആംഗിൾ മെഷർ ചെയ്യുക. സിമിലർലി മെഷർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ഓഫ് ലൈറ്റ് ആൻഡ് ദ നോർമൽ. അതുപോലെ തന്നെ നോർമലും പിന്നെ ലൈറ്റ് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോവില്ല, അതിൻ്റെയും ആംഗിൾ നോക്കി നോക്കുക. മെഷർ ദ ആംഗിൾ ബിറ്റ്വീൻ, റെക്കോർഡ് ദ ഇൻ ദ ടേബിൾ. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം, ടേബിളിൽ റെക്കോർഡ് ചെയ്യുക. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈറ്റ് റേ ഫ്രം ദ ടോർച്ച് ആൻഡ് ദ നോർമൽ 40 ഡിഗ്രി ആണെങ്കിൽ ലൈറ്റ് റേ ആൻഡ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേയും നോർമലും എന്തായിരിക്കും, അതും 40 ഡിഗ്രി ആയിരിക്കും. 55 ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും, അതും 55 ആയിരിക്കും. 70 ആണെങ്കിൽ അപ്പുറത്തും 70 ആയിരിക്കും. അതായത് എന്താണ്, ലൈറ്റ് റേ ഫ്രം ദ ടോർച്ച് ആൻഡ് ദ നോർമലും റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ ആൻഡ് ദ നോർമലും എന്താണ്, സെയിം ആയിരിക്കും. ഓക്കെ, ഇനി എന്താ നോക്കി നോക്കാം. അനലൈസ് എ കംപ്ലീറ്റഡ് ടേബിൾ. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈറ്റ് റേ ഫ്രം ദ ടോർച്ച് വിത്ത് ദ നോർമൽ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റിഫ്ലക്റ്റിംഗ് ലൈറ്റ് റേ വിത്ത് ദ നോർമൽ? എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് സെയിം. എന്താണ്, രണ്ടും സെയിം ആണ്, ഈക്വൽ ആണ്. യു ഹാവ് സീൻ ദാറ്റ് ദ ലൈറ്റ് റേ ഫോളിംഗ് ഓൺ ദ മിറർ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. അപ്പോൾ എന്താണ്, താഴെ ഒരു പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ട്. ദെൻ എന്താണ്, ഇൻസിഡൻറ്റ് ചെയ്യുന്ന, വന്ന് പതിക്കുന്ന, ടോർച്ചിൽ നിന്ന് വന്ന് വരുന്ന റേ ആണ് ഇൻസിഡൻറ്റ് റേ, അത് നോക്കുക. ദെൻ എന്താണ്, റിഫ്ലക്റ്റഡ് റേ, വന്ന് പതിച്ച് പോയി തിരിച്ചു പോകുന്ന ആംഗിൾ നോക്കുക. ഓക്കെ, ഇനി നോർമൽ, സെൻറ്ററിൽ നോർമൽ കൊടുത്തിട്ടുണ്ട്. നോർമലിൻ്റെയും ഇൻസിഡൻറ്റ് റേൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് എന്ത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ നോർമൽ റിഫ്ലക്റ്റഡ് റേൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് എന്ത്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. Okay, there are ray of light falling on the mirror is the incident ray. വന്ന് പതിക്കുന്ന റേ ആണ് ഇൻസിഡൻറ്റ് റേ. The point at which the incident ray falls on the mirror is the point of incidence. അപ്പോൾ ആ പോയിൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്, point of incidence. The line drawn perpendicular to the mirror at the point of incident is the normal. അപ്പോൾ എന്താണ്, perpendicular ആയിട്ട് വരച്ചിട്ടുള്ള ആ ലൈനാണ് നോർമൽ. The light ray reflecting from the mirror is the റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന റേ ആണ് എന്ത്, റിഫ്ലക്റ്റഡ് റേ. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, സെൻറ്ററിൽ എന്താണ് കൂട്ടുകാരെ, നോർമൽ. ഓക്കെ, angle of incidence and angle of reflection. The angle between the incident ray and the normal is the angle of incidence. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്,
ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേൻ്റെയും അതുപോലെ നോർമലിൻ്റെയും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേയും നോർമലിൻ്റെയും ഇടയിലുള്ളതാണ് നമ്മൾ പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട് റിഗാർഡിംഗ് ദ റിഫ്ലക്ഷൻ ലൈറ്റ് ഫ്രം ദ എക്സ്പെരിമെൻറ്റ് യു ഹാവ് കണ്ടക്റ്റഡ്? You also have to know the concept of plane to understand more about the laws of reflection. അപ്പോൾ എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പ്ലെയിൻ എന്താണെന്ന് കൂടെ നോക്കണം. അപ്പോൾ എന്താണ് പ്ലെയിൻ? The two sheets of paper inserted into each other are the two planes. അപ്പോൾ എന്താണ് ടു ഷീറ്റ്സ് ഓഫ് പേപ്പർ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ പറയുന്നതാണ് രണ്ട് പ്ലെയിൻ എന്ന്. ഈച്ച് വാൾ ഇൻ യുവർ ക്ലാസ് റൂം ഈസ് എ പ്ലെയിൻ. ഓരോ വാളും നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഓരോ വാളും എന്താണ്? ഓരോ പ്ലെയിൻ ആണ്. വി വിൽ ലേൺ മോർ അബൌട്ട് പ്ലെയിൻസ് ഇൻ ഹയർ സ്റ്റഡീസ്, ഹയർ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ എന്താ ഹയർ ക്ലാസ്സസിൽ പ്ലെയിൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കും. ലോ ഓഫ് റിഫ്ലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. അപ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷനിൽ പറയുന്നത് എന്താണ്? ഇൻസിഡൻറ്റ് ആംഗിളും അതുപോലെ റിഫ്ലക്ഷൻ ആംഗിളും ഈക്വൽ ആണ്. ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഓൺ ദ സെയിം പ്ലെയിൻ. അപ്പോൾ എന്താണ് ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതുപോലെ നോർമലും എന്താണ്? നോർമൽ അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസും എന്താണ്? ഒരു സെയിം പ്ലെയിനിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ വരും ക്ലാസ്സസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.